ഹലോ ഗൈസ്, സ്റ്റഡി ഗെയിമിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ട്രക്ക് സിമുലേറ്ററാണ്. റേറ്റിംഗ് യൂസ് ഉണ്ട്, എക്സിറ്റ് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വരുത്തുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് എടുക്കുകയാണ്. എത്ര വരെ കളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4, 6 വരെ കളിച്ചു. 6ാമത്തെ സെറ്റിങ്സ് എടുക്കുന്നു. നമ്മുടെ നേരത്തെ വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലോഡൊക്കെയാണ്. പിന്നെ 2ാമത്തെ വണ്ടിയാണ് ഇത്. ഫസ്റ്റ് വണ്ടി കളിച്ചാണെങ്കിലും സെക്കൻഡ് വണ്ടി കളിച്ചാണെങ്കിലും ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് വണ്ടി കളിച്ച് കാണിക്കാൻ എന്തായാലും ലുക്കില്ലാത്തൊരു വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടി കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ പറയാം, വണ്ടി മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് കയറത്തില്ല. നമ്മുടെ വയസ്സ് ഇങ്ങനെ നോക്കല്ലേ. ഒരു ആക്സിലേഷൻ നമ്മൾ എടുത്തിട്ട് ഇത്തിരി ആക്സിലേഷനായ വണ്ടി മറിഞ്ഞു കേട്ടോ. ഗൈസ്, എത്തിട്ടുണ്ട് വണ്ടി മറിച്ചിട്ടില്ല. പിന്നെ ഗൈസ് നമ്മൾ താഴെ എത്തി. ഓടാനും എനിക്കറിയുന്നില്ല. ചെറിയ റോഡാണെന്ന് തോന്നുന്നു. നമ്മൾ റോഡിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, വെറുതെ നമ്മളൊന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടിയിൽ ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 4 ചക്രങ്ങളാണ്. അതിനുള്ള 5 എണ്ണമാണ്. ഇപ്പം മൊത്തം 10 വീലുള്ള വണ്ടിയാണ് ഇതിനകത്ത് കളിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെയല്ല കാണിച്ചിരിക്കുന്നത്. ഇത് 3 വീലുണ്ട്, 6 വീലുണ്ട്. 6 വീലുണ്ട്. അപ്പം നമുക്ക് നേരെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഫോണ് 3 ഫോൺ 3 ഞാൻ കാണിക്കാം. ഫോണ് നല്ല റിയലിസ്റ്റിക് ഗെയിമാണ്. നിങ്ങൾ ഇതിൽ കളിച്ചു നോക്കണം. ഇന്ത്യൻ ട്രക്ക് സിമുലേറ്ററാണ്. പൊളി വണ്ടിയാണ്, പൊളി ഗെയിമാണെന്നൊക്കെ പറയാം. പൊളി വണ്ടിയും ഉണ്ട്, പൊളിയായിട്ട് ഗെയിമും ഉണ്ട്. രണ്ട് വണ്ടിയേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ എല്ലാം നല്ലതാണ്. വണ്ടി മറിഞ്ഞതാണ് പ്രശ്നത്തിന് കാരണം. ഫോൺ കാണിക്കാണ്. നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൻ്റെ ഉണ്ട്. വണ്ടി ഒരു സൈഡിലോട്ടാക്കി വണ്ടിയുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് സെയിം കാണിക്കാൻ പോകുന്നത് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടാണ് കാണിക്കാൻ. വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാണിക്കുന്നത് വണ്ടി ഇവിടെ 3 ഹോണിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. 3 ഹോണാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കാണുന്ന മണ്ടയ്ക്കത്തെ 3 കാണുന്നത് ഒന്ന് നമ്മൾ സൈലൻ്റായി വണ്ടി പോകുന്നതാണ്. സ്ലോ മോഷന് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇല്ലതാണ്. guys.
പണി വഴി കിട്ടുന്നതാണ്. ഈ റോഡുകൾ ചെറിയ വണ്ടികളും വലിയ വണ്ടികളും നല്ല പാടാണ്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കൊണ്ട് ഇപ്പം നമുക്ക് രാത്രി ആക്കാതെ വണ്ടി കൊണ്ടുവന്ന് ലൈറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കാം. അകത്തെ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ വേണ്ട അകത്തെ വിഷയം നമുക്ക് നല്ല ക്ലിയറിങ് കിട്ടുക. പക്ഷേ നമ്മളിരിക്കുന്ന സീറ്റിൽ ഡ്രൈവറല്ല അറിയാം. ഈ വണ്ടിയുടെ ദൂരം കാണിക്കുകയാണ്. നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലായി. ഇനി നമ്മൾ ഒരു രാത്രി പകലാക്കുന്നത് ഇതിന് വണ്ടി ഒന്ന് കയറ്റാൻ പോകണം. ഇത് മണ്ണിലേക്ക് എടുക്കാൻ പോകണം. ഭയങ്കര പാടാണ്. നമ്മൾ മണ്ടക്കേട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ വിട്ടിക്കഴിഞ്ഞ ഒരു ശബ്ദം കേൾക്കും. അലാറമാണ്. ഒരു ഡേഞ്ചർ അലാറമാണിത്. അപ്പം മണ്ടക്കര നിങ്ങൾക്ക് ഞാൻ എല്ലാ സെക്ഷനിലും കാണിച്ചില്ല. മണ്ടക്കര 3 സൈഡിലുണ്ട്. ഞാൻ ഈ തൊട്ടടുത്ത് 3 കാണുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരികെ വളയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവരും. അടുത്തത് കീപാഡ് ബട്ടൺസ്. ഇത് സ്റ്റിയറിങ്. ഇതിപ്പം സ്റ്റിയറിങ് എല്ലാ ബട്ടൺസാണ് കിടക്കുന്നത്. ഇതിനൊരു 0 കാണുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. വണ്ടി ഇപ്പം ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ 0 കാണുമായിരിക്കും. എന്ന് വെച്ചാൽ വണ്ടി എത്ര ദൂരം പോകുന്നുണ്ടെന്നുള്ള ഒരു സിഗ്നലാണ്. ഈ ഗെയിം കളിക്കാത്തവരാണ് ഇന്ന് കളിച്ചു നോക്കണം. ഓള് ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗെയിമാണ്. നല്ല നമുക്ക് ഇതിനകത്ത് 2 വണ്ടിയുണ്ട്. അപ്പം ഒരു വണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടും. ഒരു വണ്ടി നമ്മൾ 300 രൂപ കൊടുക്കണം. 300 രൂപ കൊടുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ലാഭമാണ്. അതുകൊണ്ട് ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് കാണാനായിട്ട് വേണ്ടി ഇവിടെ ഒരു മേൽക്കൂര കൊണ്ടുവരും. മാത്രമേ അവിടെ വിളിക്കാനും ലൈറ്റ് വന്നു. ഈ ചെറിയ റോഡിൽ കൂടെ ഈ വണ്ടി കൊണ്ടുവന്ന് വെച്ച് ടാസ്ക് പിടിച്ചാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം ഈ റോഡിൽ കൂടെ വണ്ടി കൊണ്ടുവന്ന് എല്ലാവർക്കും കൊണ്ടുപോകാം. ഞാൻ എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും പറഞ്ഞില്ല. ഈ വണ്ടിയുടെ മുമ്പ് ഭാഗം നിങ്ങൾക്ക് കാണണമെങ്കിൽ മുമ്പ് ഭാഗവും സൈഡ് ഭാഗവും ഞാൻ കാണിക്കുന്നത്. മുമ്പ് ഭാഗം കാണിച്ചില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. വണ്ടിയുടെ ഫസ്റ്റ് ലൈറ്റാണ്. ലൈറ്റ് കാണിക്കാം. സെക്കൻഡ് ലൈറ്റ് വണ്ടി വളർത്തുന്നത് വണ്ടി ചെന്നിരിക്കുന്നുണ്ട്. വണ്ടിയുടെ നിന്ന് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അടുത്ത നല്ല ഇന്ത്യൻ റിയലിസ്റ്റിക് വീഡിയോ കൊണ്ടുവരുന്നത് എല്ലാവർക്കും ഉണ്ടാവും. അടുത്ത വീഡിയോ വിഷയമാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടിയാണെന്ന് കാണിക്കണം. നേരത്തെ കാണിച്ചായിരുന്നു അത് ഏത് വണ്ടിയാണെന്ന് കാണിക്കണം. നേരത്തെ ഞാൻ കാണിച്ച വണ്ടി ഇപ്പം ഞാൻ കാണിച്ച വണ്ടി ഏതാണെന്ന് നിങ്ങൾ കണ്ടില്ല. വണ്ടി തന്നെ മൂവാണ് ഒരു സെക്ഷനിൽ. ബാക്കിലോട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വെയിറ്റാണ്. ആ വെയിറ്റ് ഇതാകുമ്പോഴാണ് ഇത് മുറിയുന്നു.
വണ്ടി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് ഗായ്സ് മറിഞ്ഞു. നിങ്ങൾ വണ്ടി റിവേഴ്സ് വണ്ടി തുടങ്ങിയിട്ടുണ്ട്. റിവേഴ്സ് ഇപ്പം ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ പ്രശ്നം. വണ്ടി മറിഞ്ഞു വെക്കാണ്. വണ്ടിയുടെ മൊത്തത്തിൽ പ്രശ്നമാണ്. അതിനായിട്ട് ഫീലുണ്ട്. വന്നിരിക്കുന്നത് നമുക്ക് എൻ്റെ വണ്ടിയുടെ പുറകിൽ ഒരു ബാഗ് ലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബാഗ് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അല്ല സോറി, ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഞാൻ മണ്ടയ്ക്കും കൊടുത്തപ്പോൾ വീഡിയോ അല്ല മറ്റേ മണ്ടയ്ക്ക് കൊടുത്തപ്പോൾ ലൈറ്റ് മാഞ്ഞെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം, മാഞ്ഞോ ഇല്ലയോ. നമ്മൾ 3 ഹോണടി ഏൽപ്പിച്ചിട്ടായി നിർത്തുവാണ്. നമ്മളെ വണ്ടി എങ്ങനെ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഞാനിങ്ങനെ ഈ ഡ്രൈവിങ് റിയലിസ്റ്റിക് ഡ്രൈവ് കാർ ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എല്ലാവർക്കും നല്ല വീഡിയോ കാണുമെന്ന് എല്ലാവർക്കും